അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ച കേസിൽ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ പിടികൂടാനാവാതെ പോലീസ്. അവന് വേണ്ടി കൈയടിക്കാൻ അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്തെടുത്ത കുറെ പിള്ളേരുണ്ടാവും. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. നിഹാദിന്റെ നീ ഒരു കാര്യം ചെയ്യേ, നീ സൺഡേ വിട്ടോ, എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം തൊപ്പി മരിച്ചുവെന്ന തരത്തിൽ അവനെവിടെ പോയി? അവനെ ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ലടാ, അവൻ നമ്മളെയൊക്കെ വിട്ടു പോയി. സമൂഹമാധ്യമങ്ങളിൽ വ്യാജ വാർത്തയും പ്രചരിക്കുന്നുണ്ട്. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. തൊപ്പി എന്ന മുഹമ്മദ് നെഹാദിനു വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. നീ എന്താണ് നമ്മുടെ ഒന്ന് ഫോൺ എടുക്കാതെ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തുടക്കം മുതൽ ഇയാളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനം മാനിച്ചിട്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒരു അവാർഡ് തരാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇന്ന് നിനക്ക് ചില്ലറ കടിയൊന്നുമല്ലടാ. ഇയാളുടെ ഒരു സുഹൃത്ത് മുഹമ്മദ് മമ്മു എന്ന എന്തായാലും നേരിടുക തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. മിസ്റ്റർ ഇൻസ്പെക്ടർ. വേണ്ട സാറേ. ഓക്കെ. മമ്മു ഇയാൾ നേരത്തെ ആദ്യം ഇയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന ആളാണ്, തൊപ്പിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടി ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്ത്രീയെ അപമര്യാദയായവരോട് ഈ സമൂഹ മര്യാദയായവരോട് ഈ കൂട്ടുകാരടക്കം തൊപ്പിയുടെ ഒപ്പം നിൽക്കുന്നവരടക്കം തന്നെ ഈ സ്ത്രീവിദ്വേഷപരമായ പരാമർശങ്ങൾ ആ രീതിയിൽ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല.